ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഒരു 40 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിനുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ തുണിയെ നേരെ രണ്ട് കരവശങ്ങളെയും ചേർത്ത് വെച്ചിട്ട് നേരെ പകുതി മടക്കി എടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ താവിൽ ഒരു ലൈൻ കൊടുത്തുകൊണ്ട് നമ്മൾ തുണിയെ കറക്റ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, അതുപോലെ ഇവിടെയും 16 ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഈ രണ്ട് മാർക്കുകളെ നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അകലം വെക്കുകയാണ്. ഈ ബ്ലൗസിൻ്റെ കഴുത്തകലം വെക്കുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, ഇതുപോലെ 3 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുന്നു. ഇനി നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വെക്കുന്നത്. കണ്ടോ, 3 ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡർ വെക്കുന്നു. ടോട്ടൽ 6 ഇഞ്ച്, നമ്മുടെ ഈ അളവിൽ ടോട്ടൽ വെക്കുന്നത് 6 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിയുടെ നമ്മളെ റിഗാളിൻ്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ചിൽ തന്നെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, 44 ഇഞ്ച് കിട്ടും. 44ൻ്റെ 4/1 11 ഇഞ്ച്. അതുപോലെ തന്നെ 1.25 ഇഞ്ച് നമ്മുടെ തുണിക്ക് വേണ്ടി എക്സ്ട്രാ ഇടുന്നു. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ ഇടുപ്പ് വശത്തുള്ള ലൂസ് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 9.25 വരും. അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി, അങ്ങനെ 10 ഇഞ്ച് 1.25 ഇഞ്ച് തുണി. ഇനി ഈ മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. കണ്ടോ, ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1.5 ഇഞ്ചിലാണ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ 1.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നു. റഗാളിൻ്റെ ഷേപ്പ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ വരയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ താഴ്ത്തി വരയുന്നു. ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഇത് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്കിയാണ്. ബാക്ക് കഴുത്ത് ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ 8.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ ഇത് നമ്മൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇതിലൂടെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മുടെ മാർക്കിങ്ങിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഈ താവ് വശത്തും അതുപോലെ നമ്മുടെ റഗാൾ വശത്തും ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്ക് പീസിനെ ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ വെക്കുന്നു. കണ്ടോ, നമ്മുടെ തുണിയുടെ കരവശമാണിത്. ഈ രണ്ട് കരവശങ്ങളെയും ഇതുപോലെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും. നമ്മൾ ഇതുപോലെ വേണം വെക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ച്ചെടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഫ്രണ്ട് പീസിലുള്ള ഹൂക്കൊക്കെ വെക്കുന്ന ഭാഗം തയ്ച്ചെടുക്കുവാൻ വേണ്ടിയുള്ള തുണിയാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം 3.25 ഇഞ്ച് കിട്ടണം. കാരണം നമ്മൾ ബാക്ക് പീസിൽ 3 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ 1/4 ഇഞ്ച് നമ്മുടെ തുണിക്ക് വേണ്ടി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 3.25 ഇഞ്ച് മുകളിൽ കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ തുണി തെന്നി മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ കണ്ടോ, 3.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ
ഒരു 3/4 ഇഞ്ച് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മുടെ ഈ ഒരു ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള 3/4 ഇഞ്ചാണ് നമ്മളവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഈ ഒരു ഡാർട്സ് അടിക്കും ബാക്കിൽ. ഇനി ഈ ഒരു ഡാർട്സിൻ്റെ അകലെ നമ്മൾ വെക്കുന്നത് 4.5 ഇഞ്ചാണ്. കണ്ടോ, ഇതുപോലെ വെക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ 3.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ഡാർട്സിന് വേണ്ടിയാണ്, മെയിൻ ഡാർട്സിന് വേണ്ടിയുള്ള തുന്നത്തുണിയാണ് നമ്മൾ 3.25 ഇഞ്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബാൻഡ് 4.5 ഇഞ്ചിലാണ് ബാൻഡ് തയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 4.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ വെക്കും. നമുക്ക് 6.5 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ച് 6.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും കുറക്കാൻ കാരണം നമുക്കിത് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു കറക്റ്റ് വരും. സ്റ്റിച്ച് ചെയ്ത് മടക്കി ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അളവ് കറക്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ്. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് കട്ടിങ് തുടങ്ങുന്നത്. കാരണം ബ്ലൗസിൻ്റെ ഓരോ ഭാഗത്തുള്ള അല്പം പീസുകൾ പോലും കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളായിരിക്കും അതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ടിങ് തുടങ്ങിയത് ഇതുപോലെയാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മാർക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളാണ് നമുക്ക് വീഡിയോകൾ കൂടുതൽ ഇടുവാനുള്ള പ്രചോദനം കിട്ടുന്നത്. കേട്ടോ, ഇവിടെ ഇതുവരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിർത്തുന്നു. ഇനി ഇവിടെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി ഒരു മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിക്കുക. കണ്ടോ, ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുന്നു. ടേപ്പിന് ഇതുപോലെ തന്നെ പിടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മാർക്കും ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ ഈ ഒരു ഭാഗത്താണ്. ആ ഒരു മാർക്കിങ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ടേപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡാർട്സ് പോയിന്റിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തത് 10.25 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്തത്. കണ്ടോ, ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. ആ ഒരു പോയിന്റാണ് നമ്മളുടെ ഡാർട്സ് പോയിന്റായി വരുന്നത്. 4.5 ഇഞ്ച് നമ്മൾ ബാൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഇഞ്ച്, ഇവിടെ 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമുക്കിത് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ മാറ്റുകയാണ്. അതുപോലെ നമ്മുടെ ബാൻഡ് നമ്മുടെ ക്രോസിങ്ങിലാണ് വരഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി അതേ അളവിലുള്ള നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു പീസ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു മാർക്ക് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാനുള്ള തുണിക്ക് വേണ്ടിയുള്ള 1/4 ഇഞ്ച്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവായ 37ന്റെ 4 മാർക്ക് ചെയ്യുന്നു. 9.25. അതിനുശേഷം 1.25 ഇഞ്ച് തുണി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ വരഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇതുപോലെ ക്രോസ് ചെയ്യണം. നേരെ കുത്തനെ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബ്ലൗസിൻ്റെ മുകളിലേക്ക് വരുന്നതോടും നമ്മുടെ ലൂസ് കൂടി വരികയാണ്. അപ്പോൾ ഇതുപോലെ ക്രോസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ അടിവശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്കിതൊക്കെ ബ്ലൗസ് ധരിക്കുമ്പോഴുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മുടെ ഡാർട്സ് ഒക്കെ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ 3.25 ഇഞ്ചാണ് നമ്മൾ ഡാർട്സിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ചും പോയിന്റ്, 2 വശത്തേക്കും 1.5 ഇഞ്ചും പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി ഈ ഒരു മാർക്കുകളെ നമ്മൾ ഇതുപോലെ പിക്കരിച്ച് വെക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നു. ഇതാണ് നമ്മുടെ ഡാർട്സ്. കണ്ടോ, നമ്മുടെ മെയിൻ ഡാർട്സിൻ്റെ വീതിയാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇനി ഈ ഒരു മാർക്കിൽ നിന്ന്
നമുക്കൊരു മുകളിലേക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു അര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ ഈ ഒരു മാർക്കിംഗ് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് പോയിന്റും മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ചെയ്യുന്നത്, ഡാർട്സിൻ്റെ സെൻറ്ററിലേക്കല്ല. അത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ മുകളിൽ ഈ ഒരു മെയിൻ ഡാർട്സിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഡാർട്സ് വരുന്നത്. ഇത് നമുക്കൊരു 3.25 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ നീളം വെക്കുന്നത്. കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇറക്കം. കണ്ടോ ഇവിടെ നിന്ന് 1.25 ഇഞ്ചിലാണ് ഇറക്കം മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ അര ഇഞ്ച് വീതിയിലാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു പീസിനെ നമ്മൾ ഫ്രണ്ട് റഗാളിൻ്റെ ഷേപ്പിന് വേണ്ടി ഇതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി അതിനുശേഷം നമ്മുടെ റഗാൾ വശത്ത് വരുന്ന മൂന്നാമത്തെ ഡാർട്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഡാർട്സ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു തുണിയിൽ അല്പം ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ തുണിയിൽ 10 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിതൊരു 1.40 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ സ്ലീവ് ലൂസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ നേരെ ഡബിൾ തുണി വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു 10 സെൻറ്റിമീറ്റർ കുറച്ചുകൊണ്ട് 2 സ്ലീവിനെയും വേറെ വേറെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് 1.40 തുണിയിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടോ നമ്മളിനി അതിനുശേഷം ഇതുപോലെ ഇതൊരു 1.30 നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. കാരണം ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കമൊക്കെ ഉണ്ട്. 11 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കം. നമ്മളിതൊരു അര ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു അടിവശത്ത് വരഞ്ഞിട്ടുള്ള ആ അര ഇഞ്ച് നമ്മുടെ ലൈനിങ് പീസാണിത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ബ്ലൗസിൻ്റെ കൈയുടെ താവ് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു പീസ് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ നമ്മുടെ കൈയുടെ റഗാൾ ലൂസ് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ അത് അളവ് എടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നമ്മുടെ ബോഡി ലൂസ് 40 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 37 ഇഞ്ച് കിട്ടും. 37ൻ്റെ 4/1 9.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഇവിടെയുള്ള റഗാൾ ലൂസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ആ 9.25 ഇഞ്ചിന് ശേഷം ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 9.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ റഗാളിൻ്റെ ഷേപ്പിന് വേണ്ടി കൈയുടെ ഷേപ്പിന് വേണ്ടി നമ്മളിവിടെ 3.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ലൂസ് കൈയുടെ താവിലുള്ള ലൂസ് 13 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6.5. അതിനുശേഷം 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ വരഞ്ഞെടുക്കാം. കണ്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ നമ്മുടെ കണക്കിൽ വന്നിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ്. നമ്മളിവിടെ ഒന്നും അളവെടുക്കുന്നില്ല, റഗാൾ അളവൊന്നും എടുക്കുന്നില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ മാർക്കിംഗ് ഇവിടെ വരെയാണ് വരുന്നത്. കണ്ടോ ഇനി നമ്മൾ അതുപോലെ തന്നെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു തുണിക്ക് വേണ്ടി അര ഇഞ്ച് നമ്മളിവിടെ മുകളിൽ വിടുന്നു. ഇനി നമ്മളിത് ചെക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ ആ ഒരു അര ഇഞ്ചിനെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക. കണ്ടോ നമ്മളത് തുണിയായിട്ട് പോകുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള റഗാളിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ നമുക്ക് കിട്ടുന്നതുണ്ടോ നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പീസ് കണ്ടോ നമുക്ക് പുറത്തേക്ക് വരുന്നത്. ആ ഒരു പീസിനെ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്യുന്നു. കണ്ടോ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
നമ്മുടെ ഇവിടെ ബ്ലൗസിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന അരയിഞ്ച് നമ്മുടെ ലൈനിങ് പീസിൽ മടക്കി തയ്ക്കുവാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. നമ്മളത് ഹെമ്മിങ് ചെയ്യുവാനുള്ളതാണെങ്കിൽ നമുക്കത് കൂടുതൽ വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ഒരു കസ് പീസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഇനി ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ വശത്തും ഇവിടെയും നമ്മളിങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടിവശത്ത് നിന്ന് 1.25 ഇഞ്ചിലും. ഇനി നമ്മൾ ഈ ഒരു 2 മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. നമ്മളിതൊരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കണ്ടോ ഇതുപോലെ മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഇങ്ങനെ വെച്ചുകൊണ്ട് ബാക്ക് പീസിൽ നിന്ന് അല്പം ഇവിടെ മാത്രം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി